എക്സ്ട്രാ സെഗ്മെന്റ് നമ്മൾ കണ്ടിരുന്നു, ഹോണറിംഗ് ലെജൻഡറി ദേശി ഷെഫ്സ്. എന്താണ് ആ ഒരു സെഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹോണറിംഗ് ലെജൻഡറി ദേശി ഷെഫ്സ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഈ പുതിയ രുചികൾ പരിചയപ്പെടുത്തിയ ധാരാളം ആളുകളുണ്ട്. ഓരോ നാട്ടിലും ഉണ്ടാവും തനത് രുചികൾ. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഞങ്ങൾ കോഴിക്കോട് മിൽക്ക് സർബത്ത്, ഭാസ്കരേട്ടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഒരു കണ്ടുപിടുത്താണ് മിൽക്ക് സർബത്ത്. അതുവരെ മിൽക്ക് സർബത്ത് നമ്മളാരും കണ്ടിട്ടോ രുചിച്ചിട്ടുമില്ല. അപ്പോൾ കോഴിക്കോട് തന്നെ അദ്ദേഹത്തിൻ്റെ ഷോപ്പിൻ്റെ മുന്നിൽ അപ്പുറമൊക്കെ ധാരാളം ഒരുപാട് കടകളുണ്ട്. പക്ഷേ ഈ മിൽക്ക് സർബത്ത് കുടിക്കണമെങ്കിൽ നമ്മളവിടെ കാത്തു നിൽക്കണം, ക്യൂ നിന്ന് കുടിച്ചാൽ മാത്രമേ അത് കിട്ടുള്ളൂ. കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മിൽക്ക് സർബത്ത് എന്ന് പറഞ്ഞാൽ നേരെ എടുത്തു തരില്ല. അവിടെ ഒരു ആൾക്കൂട്ടുണ്ടാവും. ഈ ആൾക്കൂട്ടം അവിടെ മിൽക്ക് സർബത്താണ് അവിടുത്തെ ഒരേ ഒരു വിഭവം. അതിൻ്റെ ഒരു പ്രത്യേക രീതി ഉണ്ട്. അത് അവിടെ പാത്രത്തിൽ ഈ ഗ്ലാസ്സിൽ ഒഴിച്ച് തരുന്നത്. അദ്ദേഹത്തെ എത്ര ആൾക്കൂട്ടുണ്ടെങ്കിലും ആരാണ് ആദ്യം വന്നതെന്ന് ഭാസ്കരേട്ടന് അറിയാം. അവർക്ക് കറക്റ്റായിട്ട് അദ്ദേഹത്തെ എടുത്തു കൊടുക്കും. അപ്പോൾ അത് മിൽക്ക് സർബത്ത് എന്ന് പറഞ്ഞത് ഇന്ന് വ്യാപകമാണ്. മിക്കവാറും എല്ലാ കടകളിലും മിൽക്ക് സർബത്ത് കിട്ടും. അതുപോലെ മറ്റൊന്നാണ് ഈ ഷാർജ ഷേക്ക്. ഈ ഷാർജ ഷേക്ക് എന്ന് പറഞ്ഞത് തീർത്തും പുതിയൊരു വിഭവമാണ്. നമ്മുടെ നാട്ടിൽ ജ്യൂസ് വന്നിട്ട് തന്നെ ഒരു 40 വർഷത്തിലപ്പുറം ആയിട്ടുണ്ടാവില്ല. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ജ്യൂസ് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മൈസൂർ പഴമായിരുന്നു അതിൽ ആദ്യത്തെ ജ്യൂസിൻ്റെ വിഭവം. അതിനു മുമ്പൊക്കെ അവിൽ മിൽക്ക് അല്ലെങ്കിൽ അവിൽ സർബത്ത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. ജ്യൂസ് വന്നു, അതെ ജ്യൂസ് വന്നു. ജ്യൂസിന് ശേഷമാണ് ഷേക്ക് വന്നു. ഷേക്കിൽ ആദ്യം വന്നത് എനിക്ക് തോന്നുന്നു ഷാർജ ഷേക്ക്. ഈ ഷാർജ ഷേക്ക് കോഴിക്കോട്ട് കലന്തൻസ് എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്നാണ്, മാനാഞ്ചർക്ക് അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഷാർജ ഷേക്ക് ഇല്ലാത്ത ഒരു കടയില്ല. ഷാർജ ഷേക്ക് ഒരു കോമൺ ആയി. ഇങ്ങനെ പലതരം അമ്മമെസ്, അതുപോലെ പലതരം നൂതനമായ ആശയങ്ങൾ, പുതിയ രുചികൾ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഓരോ നാട്ടിലും ഉണ്ടാവും. ഇവരെല്ലാവരെയും കണ്ടുപിടിക്കുക അസാധ്യമായ ഒരു കാര്യമാണ്. ഞങ്ങളൊരു ടീം ഇപ്പോൾ അതിൽ മലബാർ മേഖലയിലെങ്കിലും ഉള്ള പരമാവധി ഇതുപോലുള്ള ലെജൻഡറി ഷെഫ്സ് എന്ന് നമുക്ക് ആത്മാർത്ഥമായി വിളിക്കാൻ കഴിയുന്ന ആളുകളെ നമ്മൾ ഈ വേദിയിൽ വെച്ച് ആദരിക്കുകയാണ്. അതിൽ കൂടെ മറ്റൊരു പ്രത്യേകത കൂടെ ഉള്ളത്, ഇങ്ങനെ ഉള്ള ആളുകളെ സജസ്റ്റ് ചെയ്യാൻ, നമുക്ക് ആളുകളെ കണ്ടെത്തുക അത് വലിയൊരു ടാസ്ക് ആണല്ലോ. അപ്പോൾ അറിയുന്ന ആളുകൾക്ക് ഇവരെ പേരുകൾ സജസ്റ്റ് ചെയ്യാം. എൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരു ചന്ദ്രേട്ടനുണ്ട്, എൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരു അമ്മദുക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ വിശദീകരണങ്ങൾ തരാം. എന്താണ് അവരുടെ പ്രൊഫൈൽ എന്താണെന്ന് നമുക്ക് അയച്ചു തരാം. അങ്ങനെ സജസ്റ്റ് ചെയ്യുന്ന ആളുകളെ, ഈ പറയുന്ന ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ, ഇന്ന ആളെ നമ്മളിവിടെ വേദിയിൽ ആദരിക്കുകയാണെങ്കിൽ, അവരെ സജസ്റ്റ് ചെയ്ത ആളുകളുടെ സാന്നിധ്യത്തിൽ അവരെ കൂടി നമ്മൾ ആ വേദിയിൽ പങ്കാളിയാക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഹോണറിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അത് അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതിൻ്റെ കൂടെ അവർ സജസ്റ്റ് ചെയ്യുന്ന ആളുടെ ഒരു സാന്നിധ്യം കൂടി ഉണ്ടാവുക എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ സ്പെഷ്യൽ ഒക്കേഷൻ. സർ, അടുത്തൊരു സെക്ഷൻ വരുന്നത് ലൈവ് ഇല്ലുസ്ട്രേഷൻസ് ആൻഡ് ഇൻസ്റ്റലേഷൻസ് ആണ്. എന്താണ് ആ ഒരു സെഗ്മെന്റ് വരുന്നത്? ലൈവ് ഇല്ലുസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ചിത്രം വരയ്ക്കുന്ന പെയിൻറ്റിങ് ആർട്ടിസ്റ്റുകൾക്കുള്ള ഒരു അവസരമാണ്. അവർക്ക് ആ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിൻ്റെ ഭക്ഷണം കഴിക്കുന്നതും അത് വിളമ്പുന്നതും അതുമായി ബന്ധപ്പെട്ട പലതരം പ്രവർത്തനങ്ങൾ, പലതരം ആക്ടിവിറ്റീസ് അവിടെ നടക്കും. അതിന് ലൈവായിട്ട് അവിടെ നിന്ന് ചിത്രീകരിച്ചാൽ നമ്മളൊരു ആക്ടിവിറ്റി ഏരിയ ഉണ്ടാവും. അവിടെ വെച്ച് അത് ലേലം ചെയ്ത് വെക്കും. ലേലം ചെയ്ത് കിട്ടുന്ന തുക അവർക്ക് എടുക്കാം. ഇൻ കേസ് ആരും അത് ലേലത്തിൽ പിടിക്കുന്നില്ല, ഞങ്ങളൊരു മിനിമം തുക അതിന് കണക്കാക്കി അവരുടെ എഫേർട്ടിനും അവരുടെ ചിലവിനും പക്ഷേ അത് അവർക്ക് കിട്ടുന്ന വലിയൊരു ഒരു അവസരം എന്നതാണ്. നമ്മളത് വില കൊടുത്ത് വാങ്ങും. ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് ടീം അവർ വരയ്ക്കുന്ന ചിത്രം അതിൻ്റെ ഗുണമേന്മയിലല്ല, അവരുടെ അതിനോടുള്ള സന്നദ്ധതയിൽ അവരെടുക്കുന്ന എഫേർട്ടിന് നമ്മൾ കൊടുക്കുന്നൊരു വിലയുണ്ട്. ആ വില കൊടുത്ത് ഞങ്ങളത് മേടിക്കും. പാട്ടുകാർക്ക് മാത്രമല്ല, ചിത്രം എല്ലാതരം കലാകാരന്മാർക്കും പരമാവധി ആളുകൾ. ഫുഡ് ഒരു കലയായിരിക്കുമ്പം നമ്മൾ ഈ ഫുഡ് ഫെസ്റ്റുകൾ എന്നാണ് പൊതുവെ ഭക്ഷണം ഫുഡ് ഫെസ്റ്റ് എന്നാണ് സാധാരണ പറയുക. നമ്മൾ ഫുഡ് ആർട്ട് എന്ന് പറയുന്നത് തന്നെ ഇതൊരു കലയാണ് എന്ന് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തരം കലാകാരന്മാർക്കുള്ള ഒരു അവസരം, അവർക്ക് കൂടി യോജിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരു ഇടം എന്ന നിലയിൽ കൂടിയാണ് ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിൻ്റെ വേദി ഞങ്ങൾ ഒരുക്കുന്നത്. അതായത് പാചകം ചെയ്യുന്നവർക്ക് മാത്രമല്ല മറ്റ് കലാകാരന്മാർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു പ്ലാറ്റ്ഫോമാണ് ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് കൊടുക്കുന്നത് അല്ലേ? നെക്സ്റ്റ് ഒരു സെഗ്മെന്റ് വരുന്നത് ഫുഡ് ഫോട്ടോഗ്രാഫി ഷോ ആണ്. എന്താണ് ആ ഒരു സെഗ്മെന്റ്? തീർച്ചയായിട്ടും പേര് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും, എങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. ഫുഡ് ഫോട്ടോഗ്രാഫി തീർത്തും ഒരു പുതിയ ഒരു സെഗ്മെൻ്റാണ്. അത് നേരത്തെ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒന്നാണ്. ഫോട്ടോഗ്രാഫിയിൽ പലപ്പോഴും ഭക്ഷണങ്ങൾ എന്താ പറയുക ചെയ്തിട്ടുണ്ടാവും. കേരളത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് നമുക്കറിയാവുന്ന അവരൊക്കെയും ഒരു പക്ഷേ ഭക്ഷണത്തിനെ അവരുടെ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ടാവും. പക്ഷേ ഫുഡ് ഫോട്ടോഗ്രാഫി എന്ന രീതിയിൽ ഒരു ശാഖ പുതുതായി വന്നതാണ്.
ഓക്കെ. അപ്പോൾ അങ്ങനെ കുറേ കലാകാരന്മാർ കേരളത്തിലുണ്ട്. പലരും ഫുഡ് ഫോട്ടോഗ്രാഫിയിൽ പിന്നെ ഷോകൾ നടത്തുന്നുണ്ട്, എക്സിബിഷൻസ് നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ള 2-3 ഫുഡ് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഫോട്ടോസ് നമ്മളവിടെ എക്സിബിഷനിൽ ഉൾപ്പെടുത്തുന്നു. അപ്പോൾ ആക്ച്വലി നമ്മൾ അവിടെ സജ്ജീകരിച്ചിട്ടുള്ള ഫുഡ് സ്റ്റോൾസിൻ്റെ തന്നെ ഫുഡ്സ് ആണോ ഈ ഒരു ഫോട്ടോ സെക്ഷനിൽ വരുന്നത്? അല്ല, നേരത്തെ തന്നെ അവർ കയ്യിലുണ്ടാവുന്ന ഫോട്ടോസ്, അവരെടുത്തിട്ടുള്ള ഓൾറെഡി എടുത്തിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് വെച്ചിട്ടുള്ള ഒരു സെക്ഷൻ ആയിരിക്കുള്ളൂ ആ ഒരു സെഗ്മെന്റ് വരുന്നത്. അതെ അതെ. അതോടൊപ്പം പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നുണ്ട്. ഭക്ഷണവുമായി ബന്ധപ്പെട്ട ധാരാളം പുസ്തകങ്ങൾ മലയാളത്തിലും കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിവിടെ ഒരു ഫെയർ പോലെ ബുക്ക് ഫെയർ പോലെ നടത്തുന്നുണ്ട്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ 2 പുസ്തകങ്ങൾ ഇപ്പോൾ പണിപ്പുരയിലാണ്, അതും അവിടെ പ്രകാശനം ചെയ്യും. അപ്പം കാലിക്കറ്റ് ട്രേഡ് സെൻറ്ററിൽ ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിലൂടെ നമുക്ക് മലയാളികൾക്ക് ആ ഒരു 10 days ശരിക്കും ഒരു ഫെസ്റ്റിവൽ മൂഡിൽ കിട്ടാൻ പോകുന്നത് അല്ലേ. അടുത്തൊരു സെക്ഷൻ വരുന്ന കിഡ്സ് എത്നിക് ഫാഷൻ ഷോയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? അല്ല, നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ നമ്മൾ ഇതിലെവിടെയും കുട്ടികൾ വന്നിട്ടില്ല. അതെ, വന്നില്ല. അപ്പോൾ കുട്ടികളുടെ ഒരു ഫാഷൻ ഷോ, എത്നിക് എന്ന് പറയുന്നത് നമ്മൾ ഫുഡ് പല നാടുകളിൽ നിന്നായതുകൊണ്ട് പല നാടിൻ്റെ വേഷവിധാനങ്ങൾ, ആ വേഷവിധാനങ്ങളിൽ കുട്ടികൾക്ക് ഒരു ഫാഷൻ ഷോ. ഓക്കെ. അപ്പോൾ ഈ ഒരു ഇത്രയും സ്റ്റോൾസ് വരുന്നുണ്ട്. ആക്ച്വലി 25 സ്റ്റോൾസ് വരുന്നുണ്ട്. അപ്പോൾ 25 പ്ലേസസിൽ നിന്നുള്ള ആ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡ്രസ്സ്, ഈ പറഞ്ഞ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകളും കുട്ടികൾക്ക് വെയർ ചെയ്തിട്ട് ഒരു ഫാഷൻ ഷോ അവിടെ കണ്ടക്ട് അത് ഈ സിറ്റികളിൽ നിന്നുള്ളതാവണമെന്നില്ല. ഇന്ത്യയുടെ പല മേഖലകളിലെ പലതരം വസ്ത്രങ്ങൾ. ഇപ്പോൾ ആസാമിലെ ഭക്ഷണം നമ്മൾ ഈ തവണ കൊണ്ടുവരുന്നില്ല. അതേസമയം ആസാമിൽ നിന്നുള്ള സാംസ്കാരിക പരിപാടികൾ നമുക്ക് സംഘടിപ്പിക്കാവുന്നതാണ്. ആസാമിലെ വേഷവിധാനം ഈ കിഡ്സ് ഫാഷൻ ഷോയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു വെറൈറ്റി ഓഫ് ഫാഷൻ ഷോ കൂടെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഫുഡ് മാത്രമല്ല, ഫുഡ് ഉണ്ട്, ഫോട്ടോഗ്രാഫി ഉണ്ട്, അതുപോലെ തന്നെ കുറേ ലെജൻസിനെ നമ്മൾ ആദരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഫാഷൻ ഷോയും കൂടെ നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരികയാണെങ്കിൽ അക്കാഡമിക് ടോക്സ് ആൻഡ് പ്രസൻറ്റേഷൻസ്. എന്താണ് ആ ഒരു സെഗ്മെന്റ് കൊണ്ട് ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് ഉദ്ദേശിക്കുന്നത്? ഭക്ഷണത്തിൻ്റെ പലതരം വ്യവഹാരങ്ങളുണ്ട്. അപ്പോൾ ഭക്ഷണത്തെക്കുറിച്ച് തന്നെ ചില തർക്കങ്ങൾ, കോടതി വ്യവഹാരങ്ങൾ നടന്നിട്ടുണ്ട്. പിന്നെ ഭക്ഷണം ആരുടേതാണ് എന്നതിനെക്കുറിച്ചുള്ള തർക്കങ്ങൾ, അത് നിയമ വ്യവഹാരങ്ങൾ എന്ന നിലയിലല്ല, അത് തന്നെ പലതരത്തിൽ. അപ്പോൾ ചില പ്രത്യേക ഭക്ഷണങ്ങളുണ്ട്, അത് ഏത് നാടിൻ്റെതാണ് എന്നതിനെക്കുറിച്ച് ആളുകൾക്ക് അറിയാത്ത ഇതുണ്ടാവും. ഇപ്പോൾ ചിലർ പറയും ഞങ്ങളുടേതാണ് ഈ വിഭവം, ഞങ്ങളുടെ നാട്ടിൽ നിന്നുണ്ടായതാണ്. മറ്റു ചിലർ മറ്റു ചില അവകാശവാദം. ഇതൊന്നും തർക്കങ്ങളല്ല, നിയമവ്യവഹാരങ്ങളല്ല. ഇതുമായി ബന്ധപ്പെട്ട് ഭക്ഷണം എങ്ങനെയാണ് ഒരു ടൂറിസം പ്രോജക്റ്റിൻ്റെ ഒരു ഉപാധിയാവുന്നത്, ഭക്ഷണത്തിലൂടെ എങ്ങനെയാണ് ഫുഡ് ടൂറിസം എങ്ങനെ സാധ്യമാവും, അങ്ങനെ പലതരത്തിലുള്ള നമ്മളതിൻ്റെ പിന്നെ ഒരു 5-6 ദിവസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രസൻറ്റേഷൻ, മലയാളികളും അല്ലാത്തവരുമായ ആളുകൾ ഈ അക്കാദമിക് ഷോകളിലും പ്രസൻറ്റേഷനിലും പങ്കെടുക്കും. It will be like a healthy chat show. അതെ അതെ അതെ. ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം ഭക്ഷണത്തിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ മനുഷ്യൻ്റെ ആശങ്ക അത് പിന്നെ ഒരേ സമയം പോഷകദായകമായിരിക്കണം, അത് ഹെൽത്തി ആയിരിക്കണം. അതെ. അപ്പോൾ അൺഹെൽത്തിയായ ഭക്ഷണങ്ങളെക്കുറിച്ചൊരു അവയർനെസ് നമുക്കുണ്ട്. ഏത് ഭക്ഷണം കഴിച്ചാലാണ് നമുക്ക് പ്രതിരോധ ശേഷി കൂട്ടാൻ കഴിയുക, ഏത് ഭക്ഷണമാണ് നമ്മുടെ ആരോഗ്യത്തിന് തകർക്കുന്നത്, നശിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ മലയാളികൾ വളരെയധികം ബോധവാന്മാരാണ് ഈ കാലത്ത്. അപ്പോൾ അത് സംബന്ധമായ ചർച്ചകൾ, അങ്ങനെ പലതരത്തിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട പലതരം ചർച്ചകളും സംവാദങ്ങളും ഇതിൻ്റെ ഭാഗമായി നമ്മൾ സംഘടിപ്പിക്കും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വോൾ പാക്കേജാണ് മലയാളികൾക്ക് ഈ ഒരു 10 days കാലിക്കറ്റ് ട്രേഡ് സെൻറ്റർ സരോവരം പാർക്കിൽ ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മലയാളികൾ എൻജോയ് ചെയ്യണം, അവിടെ ചെന്നിട്ട് അത് എൻ്റർടൈൻ ചെയ്യണം. തീർച്ചയായിട്ടും അതൊരു വലിയൊരു ഫെസ്റ്റിവൽ മൂഡാണ്. ആ ഒരു ഫെസ്റ്റിവൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാണ് വേണ്ടത് അല്ലേ. തീർച്ചയായിട്ടും കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊച്ചിക്കാർക്കും ഈ ഒരു വലിയൊരു ഫെസ്റ്റിവൽ മൂഡിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് ലഭിക്കുന്നതാണ് വിശ്വസിക്കുന്നു. സാർ, അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു വോൾ പാക്കേജ് നമ്മൾ ഫുഡായിട്ടായാലും അല്ലെങ്കിൽ ആർട്ടായിട്ടും എല്ലാം നമ്മൾ കൊടുക്കുമ്പോൾ മറ്റൊരു ഫേമിന് അല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനത്തിന് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. അപ്പോൾ അവർക്ക് ബ്രാൻഡ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് നമ്മൾ ഒരു പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് എന്നുള്ള ആശയം, അതിൻ്റെ പിന്നിൽ നമ്മൾ കാണുന്ന ഈ ഒരു യൂണീക്കായിട്ടുള്ള ഐഡിയ, ഇത് ഏകദേശം ഒരു 1.5 കോടി ജനങ്ങളിലേക്ക് സോഷ്യൽ മീഡിയയിലൂടെ എത്തിക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ പുറമെ നമ്മുടെ ഇൻഡോർ ഔട്ട്ഡോർ പ്രോഗ്രാമുകൾ വേറെയും ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഏകദേശം ഒരു 1.5 ലക്ഷം വരെ ആളുകൾ, 1 ലക്ഷം മുതൽ 1.5 ലക്ഷം വരെ ആളുകൾ ഈ വേദിയിലെത്തും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അവരിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ഏത് ബ്രാൻഡിനും ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടുമായി സഹകരിക്കാവുന്നതാണ്. അവർക്ക് ബ്രാൻഡിങ്ങിൻ്റെ ഏറ്റവും നല്ല അവസരം എന്ന നിലയിൽ ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ഇത്രയും ഫുഡും അല്ലെങ്കിൽ ഇത്രയും ആർട്ടും എക്സ്പ്ലോർ ചെയ്യാന്ന് മാത്രമല്ല, നമ്മുടെ ഒരു ബിസിനസ്സും കൂടെ, നമ്മുടെ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ബ്രാൻഡിങ് കൂടെ നമുക്ക് ഈ ഒരു വലിയൊരു ഫെസ്റ്റിവൽ, അതായത് ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ മറ്റൊരു സ്പെഷ്യാലിറ്റി അല്ലേ.